പ്രണയസഖി ഭാഗം 18. ഇഷാനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും ശിവ കാറിനടുത്തേക്ക് വന്നു. ഇറങ്ങ്. വർണ്ണയോടവൻ പറഞ്ഞതും അവളൽപ്പം ഭയത്തോടെയാണ് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങിയത്. എന്നാൽ അവൻ്റെ കൂടെ വർണ്ണ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. ഇഷാനിയുടെ മുഖം അവളെ കണ്ട മാത്രയിൽ തന്നെ വിളറിപ്പോയി. അവൻ വർണ്ണയുടെ കൈ പിടിച്ച് ഇഷാനിയുടെ മുന്നിലായിട്ട് വന്നു നിന്നു. അപ്പോഴേക്കും ഇവരുടെ ശബ്ദം കേട്ടിട്ടെന്നോണം മുത്തശ്ശിയും ചെറിയമ്മയും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എല്ലാവരും അവൻ എന്താണ് ചെയ്യുന്നത് എന്ന രീതിയിൽ അവൻ്റെ പ്രവൃത്തി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവളെ അടിക്ക്. വർണ്ണയോടായിട്ട് ശിവ പറഞ്ഞതും അവൾ അവനെ ഞെട്ടലോടെ നോക്കി. ശിവ! ഇഷാനി അവനെ ഞെട്ടലോടെ വിളിച്ചു. പക്ഷേ അവൻ അതിനൊന്നും ചെവി കൊടുത്തില്ല. നോക്കി നിൽക്കാനല്ല, അവളെ അടിക്കാനാ പറഞ്ഞത്. അവൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. എനിക്ക് പറ്റില്ല. വിറയലോടെ വർണ്ണ അവനോട് തിരികെ പറഞ്ഞു. നിനക്ക് പറ്റും. ഒരു കാര്യമില്ലാതെ നിന്റെ വീട്ടിൽ വന്ന് അവൾ നിന്നെ അടിച്ചുവെങ്കിൽ നിനക്ക് അവളെ തിരിച്ചടിക്കാം. അടിക്ക്. അവൻ വീണ്ടും പറഞ്ഞതും വർണ്ണയുടെ മനസ്സിലൂടെ ഇഷാനി രാവിലെ വന്ന് തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കടന്നുപോയി. കൂടാതെ അവൾക്ക് ശിവയോടുള്ള പെരുമാറ്റവും എല്ലാം ഓർത്തതും വർണ്ണയുടെ കൈകൾ അവൾ പോലും അറിയാതെ ഇഷാനിയുടെ വലതു കവിളിൽ ഊക്കോടെ തന്നെ പതിച്ചു. പക്ഷേ ശിവ അടിക്കാൻ പറഞ്ഞുവെങ്കിലും വർണ്ണ അടിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ശിവയടക്കം അവിടെ നിന്നിരുന്ന എല്ലാവരും അതിൽ ഞെട്ടിപ്പോയി. എടീ എന്ന് വിളിച്ച് വർണ്ണയെ തല്ലാൻ കൈയോങ്ങിയ ഇഷാനിയുടെ കൈകൾ ശിവ തടഞ്ഞു നിർത്തി. അത് വേണ്ട, ഇത് നീ ചോദിച്ചു വാങ്ങിയതാണ്. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയെ തല്ലാനോ അവളോട് കയർത്ത് സംസാരിക്കാനോ ഞാനിവിടെ ആർക്കും അധികാരം തന്നിട്ടില്ല. അവൻ എല്ലാവരെയും നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോഴേക്കും സതീശനും അങ്ങോട്ടേക്ക് നടന്നു വന്നു. നീ ഇവളെ കൊണ്ട് എൻ്റെ മകളെ തല്ലിക്കും അല്ലേടാ? അയാൾ ചോദിച്ചതും ശിവ അയാളെ കത്തുന്ന കണ്ണുകളോടെ നോക്കി. തന്തയോടും മോളോടും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ വെറുതെ ഇടപെടാൻ നിൽക്കരുതെന്ന്. ഇനി അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശമെങ്കിൽ കൊല്ലാനും മടിക്കില്ല ശിവ. കടുത്ത ശബ്ദത്തിൽ പറയുന്നവനെ സതീശൻ അല്പം ഭയത്തോടെയാണ് നോക്കിയത്. അയാളുടെ കണ്ണുകളിലെ ഭയം കണ്ടതും ശിവ അയാളെ നോക്കിയൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. ഇഷാനി! അവൻ അവളെ വിളിച്ചപ്പോഴാണ് പകയോടെ വർണ്ണയെ നോക്കിക്കൊണ്ടിരുന്നവൾ വർണ്ണയിൽ നിന്നുള്ള നോട്ടം മാറ്റിയത്. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്റെ അടുത്ത് നീ വിചാരിക്കുന്നത് പോലുള്ളൊരു ഇഷ്ടമില്ലെന്ന്. എനിക്ക് നീ അപ്പോഴും ഇപ്പോഴും ഒക്കെ എൻ്റെ അനിയത്തി തന്നെയാണ്. ഇനി ഇതെന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. ഗൗരവത്തോടെ തന്നെ അവൻ അവളോടത് പറഞ്ഞു. പക്ഷേ വർണ്ണയുടെ മുന്നിൽ വെച്ച് തന്നെ അവൻ അങ്ങനെ പറഞ്ഞതിൽ അവൾക്ക് വല്ലാത്ത അപമാനം തോന്നി. അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും അവൾ ആരെയും നോക്കാതെ വീടിനകത്തേക്ക് തന്നെ കയറിപ്പോയി. ആദ്യം ഒരുത്തിയെ വെച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ വേറെ ഏതോ ഒരുത്തിയെ ഭാര്യയാണെന്ന് പറഞ്ഞു കാണിക്കുന്നു. ഇനി കുറച്ചുനാൾ കഴിയുമ്പോൾ വേറെ ആരെങ്കിലും കൊണ്ടു നടക്കും. അവനെ നോക്കി പുച്ഛത്തോടെ സതീശൻ പറഞ്ഞതും ശിവ പാഞ്ഞു വന്ന് അയാളുടെ കോളറിന് കുത്തിപ്പിടിച്ചു. ശിവ! അത് കണ്ടതും അവൻ്റെ അമ്മയും ചെറിയമ്മയും വന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അവരെ രണ്ടുപേരെയും മാറ്റി നിർത്തി. നിങ്ങൾക്കൊക്കെ എന്തും പറയാന്നാണോ? കൂടെ നടക്കുന്നതും കൂട്ടിക്കൊടുക്കുന്നതും ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അതും കൂടെ ഞാൻ പറയണോ ഇവിടെ വെച്ച്? ശിവ അങ്ങനെ പറയുമെന്ന് അയാൾ കരുതിയില്ല. അത് കേട്ടതും അയാളുടെ മുഖമാകെ അടിയേറ്റതുപോലെ വിളറിപ്പോയി. ബന്ധം സ്വന്തമൊന്നും ഞാൻ നോക്കില്ല, അറിയാലോ എന്നെ. അത് പറഞ്ഞ് അവൻ അയാളുടെ ഷർട്ടിൽ നിന്നും പിടിവിട്ടു. അതിന് നിനക്കിവിടെ സ്വന്തവും ബന്ധമൊന്നും ഇല്ലല്ലോ. എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞു പോയതല്ലേ നീ. പിന്നെ എന്തിനാ ഇങ്ങനെ വീണ്ടും വലിഞ്ഞേറി ഇങ്ങോട്ട് വരുന്നത്? സതീശ! അത് പറഞ്ഞതും മുത്തശ്ശി അയാളെ ദേഷ്യത്തോടെ വിളിച്ചു. മുത്തശ്ശിയുടെ വിളി കേട്ട് അയാളൊന്ന് അടങ്ങിയെങ്കിലും വീണ്ടും ശിവയെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്നവനെ കണ്ടതും ശിവയ്ക്കാകെ വിറഞ്ഞു കയറി. വേണ്ട വേണ്ട ദേവേട്ട! വീണ്ടും അവൻ അയാൾക്കടുത്തേക്ക് പാഞ്ഞു പോകാൻ നിന്നവനെ വർണ്ണ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി. അവൻ അവളെയും അവൾ പിടിച്ചിരിക്കുന്ന കൈയിലേക്കും ഒന്ന് ഗൗരവത്തോടെ നോക്കി. പക്ഷേ എന്നിട്ടും അവൾ കയ്യിലെ പിടിവിട്ടില്ല. നമുക്ക് പോകാം ദേവേട്ട. ഒരുതരം ഭയത്തോടെയാണ് അവളത് പറഞ്ഞത്. അവളുടെ കണ്ണുകളിലെ ഭയം കണ്ടതും അവനൊന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. ശേഷം അവളുടെ കൈ തന്നിൽ നിന്നും വിടുവിച്ചു. അധികം വൈകില്ല സതീശ, നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സതീശൻ്റെ ചെവിക്കരികിലായി വന്നു നിന്ന് അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് കാറിനടുത്തേക്ക് തന്നെ നടന്നു. കയറ്! വർണ്ണയോടായി പറഞ്ഞ് അവൻ കാറിൻ്റെ ഡോറ് തുറന്നു. ആ സമയം അവൻ്റെ നോട്ടം ചെന്ന് നിന്നത് അവൻ്റെ അമ്മയിലേക്കാണ്. അവരുടെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവൻ്റെ ഹൃദയത്തെ ചുട്ടുപൊള്ളിച്ചു. രണ്ടാമതൊന്നും നോക്കാൻ നിൽക്കാതെ അവൻ കാറിനകത്തേക്ക് കയറി. നിറഞ്ഞു വന്ന കണ്ണുകൾ അവൻ ഷർട്ടിൻ്റെ കൈയിലേക്ക് തന്നെ അമർത്തി തുടച്ചു. അത് ആരും കണ്ടില്ലെങ്കിലും വർണ്ണ കണ്ടിരുന്നു. അത് കണ്ടതും അവൾക്ക് മനസ്സിലെന്തോ വല്ലാത്ത വേദന തോന്നി. ആർക്കു മുന്നിലും ഇതുവരെ തോറ്റുകൊടുക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടോ ആ കണ്ണുകൾ നിറയുന്നത് കാണാൻ വയ്യ. എന്താ മനസ്സേ ഇത്? അവൾ സ്വയം ചോദിച്ചു പോയി. തിരികെ കാറോടിച്ചു പോകുമ്പോഴും പലപ്പോഴും അവൻ്റെ കയ്യിൽ നിന്നും കാറ് കൺട്രോൾ വിട്ടു പോകുന്നുണ്ടായിരുന്നു. 1-2 തവണ അങ്ങനെ ആയപ്പോഴേക്കും അവൻ കാർ ഒരരികിലായിട്ട് തന്നെ നിർത്തി. തനിക്ക് കാർ ഓടിക്കാൻ അറിയുമോ?
വർണ്ണയോടായി അവൻ ചോദിച്ചതും അവൾ അറിയാമെന്ന രീതിയിൽ പതിയെ തലയാട്ടി. പിന്നീട് അങ്ങോട്ട് വർണ്ണയാണ് കാർ ഓടിച്ചത്. സീറ്റിലേക്ക് ചാരി കണ്ണടച്ചിരിക്കുന്നവനെ വർണ്ണ വണ്ടി ഓടിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് വന്ന് വണ്ടി നിർത്തിയതൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. അവൾ അവൻ്റെ ഷോൾഡറിലായിട്ട് ഒന്ന് തട്ടി വിളിച്ചു. അപ്പോഴാണ് അവൻ ചിന്തയിൽ നിന്നും ഉണരുന്നത്. അവളെ നോക്കാതെ തന്നെ അവൻ ഡോറ് തുറന്നിറങ്ങി മുറിയിലേക്കാണ് ആദ്യം ചെന്നത്. ബാത്റൂം ഡോർ തുറന്ന് വാതിൽ പോലും അടയ്ക്കാതെ അവൻ ഷവർ തുറന്ന് അങ്ങനെ തന്നെ അതിനടിയിൽ നിന്ന് നനഞ്ഞു. അവൻ്റെ പിന്നാലെ തന്നെ അവൾ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ മുറിയിലേക്ക് കയറിയെന്ന് കണ്ടതും അവളും അവളുടെ മുറിയിലേക്ക് തന്നെ പോയി. ശേഷം അവൾ ഓരോ ജോലിയിലേക്ക് തിരിഞ്ഞിരുന്നു. പക്ഷേ കുറേ സമയമായിട്ടും മുറിയിൽ നിന്നും അവൻ്റെ അനക്കമൊന്നും കേൾക്കുന്നില്ല. ഒന്ന് നോക്കാമെന്ന് കരുതി വർണ്ണ വന്ന് നോക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ വർണ്ണ അന്തം വിട്ട് നോക്കി നിന്നു. നനഞ്ഞ വസ്ത്രത്തോടെ തന്നെ മേശയുടെ അടുത്തായിട്ടിട്ടിരിക്കുന്ന കസേരയിലിരുന്ന് മദ്യത്തിൻ്റെ കുപ്പി അങ്ങനെ തന്നെ വായിലേക്ക് കമിഴ്ത്തുകയാണവൻ. ടേബിളിൽ നോക്കുമ്പോൾ ഒരു കുപ്പി മുഴുവനും കുടിച്ചു തീർത്തു വെച്ചിട്ടുണ്ട്. ദേവേട്ടാ! അത് കണ്ടതും അവൾ അല്പം ശകാരത്തോടെയാണ് അവനെ വിളിച്ചത്. ഹായ് മൈ ഡിയർ വൈഫ്! അവൻ കുഴഞ്ഞ ശബ്ദത്തിലാണ് അവളോട് സംസാരിക്കുന്നത്. എന്താ ഇത്? എന്തിനെങ്ങനെ കുടിക്കുന്നത്? അറിയില്ല, പക്ഷേ ഞാൻ കുടിക്കും. അത് പറഞ്ഞുകൊണ്ട് വീണ്ടും മദ്യത്തിൻ്റെ കുപ്പി വായിലേക്ക് കമഴ്ത്താൻ പോയതും അവൾ അത് പിടിച്ചു വാങ്ങിവെച്ചു. അങ്ങനെ ചെയ്തതും അവന് ദേഷ്യം വന്നു. ഹൂ ദ ഹെൽ ആർ യു? ഐ നീഡ് ഇറ്റ്! കുഴഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങാനായി കൈനീട്ടി. എന്തിനാ ദേവേട്ട ഇങ്ങനെ കുടിക്കുന്നത്? നമ്മുടെ ആരോഗ്യം നമ്മളായിട്ട് തന്നെ നശിപ്പിക്കണോ? അവൾ സൗമ്യതയിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നീ ഇപ്പം എന്നെ എന്താ വിളിച്ചത്? അവൾ അത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ അതാണ് തിരികെ ചോദിച്ചത്. അവൻ അങ്ങനെ ചോദിച്ചതും അവളിൽ പെട്ടെന്ന് പതർച്ച നിറഞ്ഞു. മുഖം ചുവന്നു വരുന്നത് പോലെ. യു ആർ ബ്ലഷിംഗ് വർണ്ണ! പുഞ്ചിരിയോടെ പറയുന്നവനെ കണ്ട് വർണ്ണയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. നീ എന്നെ ദേവേട്ടാന്ന് വിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കീപ് ഇറ്റ് അപ്പ്. ഇനി അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. കള്ളച്ചിരിയോടെ പറയുന്നവനെ വർണ്ണ നോക്കിയിരുന്നു പോയി. ഈ ഡ്രസ്സൊക്കെ എങ്ങനെ നനഞ്ഞു? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. പോയി എനിക്കൊരു ബ്ലാക്ക് കോഫി ഉണ്ടാക്കി കൊണ്ടുവാ. അപ്പോഴേക്ക് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. അവൻ പറഞ്ഞതും അവൾ തിരിഞ്ഞു നടന്നു. ആ കുപ്പി തന്നിട്ട് പോ. ഓ, അതിൻ്റെ ആവശ്യം ഇനി നിങ്ങൾക്കില്ല. അത് പറഞ്ഞ് വർണ്ണ അതുമായിട്ട് അടുക്കളയിലേക്ക് നടന്നു. കോഫിയൊക്കെ ഉണ്ടാക്കി അതുമായിട്ട് തിരികെ മുറിയിലേക്ക് വരുമ്പോൾ ഡ്രസ്സൊക്കെ മാറി അവൻ കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. ഇരിക്ക്. കട്ടിലിൻ്റെ അരികിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞതും വർണ്ണ അവിടേക്കിരുന്നു. കോഫി വേണ്ടേ? അവൾ ചോദിച്ചതും അവൻ എഴുന്നേറ്റിരുന്നുകൊണ്ട് കോഫിയൊക്കെ കുടിച്ചു. അവൾക്ക് അവനോട് അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിലും ചോദിച്ചില്ല. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയാൽ അവൻ കുടിച്ച് ഫിറ്റായിട്ടിരിക്കുന്ന അവസരം മുതലാക്കിയതുപോലെ ആയിപ്പോവും. നീ എന്നോടൊരു കാര്യം മറച്ചു വെക്കുന്നുണ്ട് ഇല്ലേ? ഗൗരവത്തോടെയാണ് അവനത് ചോദിച്ചത്. പക്ഷേ അവൻ അങ്ങനെ ചോദിച്ചതും വർണ്ണയ്ക്ക് അവൻ അധികം ഫിറ്റല്ല എന്ന് മനസ്സിലായി. പക്ഷേ എന്നാലും സംസാരത്തിലെ കുഴച്ചിലുണ്ട്. പറയ്, ഇല്ലേ? അവൻ വീണ്ടും ചോദിച്ചതും അവൾ അതേ എന്ന് തലയാട്ടി. അത് നീ എന്നോട് പറയണം, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. അവൻ പറഞ്ഞതും തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എങ്ങനെ അവൻ മനസ്സിലാക്കി എന്ന ചിന്തയായിരുന്നു അവളിൽ അന്നേരം തോന്നിയത്. ഇപ്പോൾ പറയണ്ട, നിനക്ക് സ്വയം തോന്നണം, എന്നിട്ട് പറഞ്ഞാൽ മതി. അവൻ പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. പിന്നെ ഇഷാനി, അവൾ എൻ്റെ ആരുമല്ല. പിന്നെ സതീശനങ്ങൾ പറഞ്ഞതൊക്കെ നീ കേട്ട് കാണും. ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പുവരാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ഞാൻ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. വർണ്ണയെ ചൂണ്ടി പറയുന്നവനെ അവൾ അത്ഭുതത്തോടെ നോക്കി. സ്വബോധത്തോടെ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വപ്നത്തിൽ മാത്രമായിരിക്കും. അവൻ പറയുന്നതൊക്കെ കേട്ട് അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അത് പറഞ്ഞ് അവൻ നേരെ കട്ടിലിലേക്ക് കിടന്നു. അവൻ കിടക്കുന്നത് കണ്ടതും അവളൊരു പുഞ്ചിരിയോടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അവനെ ഒന്ന് നോക്കി അവൾ മുറിക്ക് പുറത്തേക്ക് നടന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ തന്നെ അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവനോട് തുറന്നു പറയണം എന്ന് വർണ്ണ തീരുമാനിച്ചിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം വർണ്ണ നല്ല സമാധാനത്തിലാണെന്ന് ഉറങ്ങിയത്. രാവിലെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ശിവ ഉണരുന്നത്. കുടിച്ച് ഫിറ്റായിട്ട് കിടന്നതുകൊണ്ട് തന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല തലവേദന തോന്നിയിരുന്നു. എങ്കിലും അവൻ ഒരു കണക്കിന് കൈയെത്തിച്ച് മേശമേലിരുന്നിരുന്ന ഫോൺ കയ്യിലെടുത്തു. അടുക്കളയിൽ നിന്നും ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അവൻ ഫോൺ എടുത്തു. മിഥുനാണ് വിളിക്കുന്നത്. ഹലോ. ഫോൺ അറ്റൻഡ് ചെയ്ത് ഉറക്കച്ചടവോടെ തന്നെ അവൻ സംസാരിച്ചു തുടങ്ങി. പക്ഷേ അപ്പുറത്തു നിന്ന് കേട്ട വാർത്തയിൽ അവൻ കട്ടിലിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. കേട്ടത് ശരിയാണോ എന്നറിയാൻ അവൻ മിഥുനോട് അത് വീണ്ടും ചോദിച്ചു. സത്യമാണ് ശിവ, വർണ്ണയുടെ മുത്തശ്ശി മരിച്ചു. ഇന്നലെ രാത്രിയാണ് മരിച്ചത്. ഇന്ന് 10 മണിക്കാണ് എടുക്കുന്നത്. മിഥുൻ പറയുന്നത് കേട്ടതും അവനാകെ വിയർത്ത് പോയി. എടാ, ഇത് ഞാൻ അവളോടെങ്ങനെ പറയും?
പെട്ടെന്ന് പോയി പറയാൻ നിൽക്കണ്ട. നീ അവളായിട്ട് വീട്ടിലേക്ക് ചെല്ല്, എന്നിട്ട് ബാക്കി നോക്കാം. അങ്ങനെ ചെയ്യാല്ലേ? ടെൻഷനോട് ചോദിക്കുന്നവനോട് എന്ത് പറയണം എന്ന് മിഥുനും അറിയില്ലായിരുന്നു. ഫോൺ കട്ട് ചെയ്ത് അവൻ ബെഡിലേക്ക് തളർന്നിരുന്നു. അവൻ്റെ മനസ്സിലൂടെ മുത്തശ്ശിയുടെ രൂപം കടന്നുപോയി. അവളുടെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങാൻ പോയപ്പോൾ അവളെ കാണണമെന്ന് മുത്തശ്ശി പറഞ്ഞതാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരണം എന്ന് പറഞ്ഞത്. വിവാഹ ദിവസം അവളെ നോക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ആ വീട്ടിൽ അവളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് മുത്തശ്ശിക്ക് മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, തോന്നലല്ല, അതാണ് സത്യം. അല്ലെങ്കിൽ മുത്തശ്ശി മരിച്ചപ്പോയെങ്കിലും ആരെങ്കിലും അവളെ അത് അറിയിക്കാൻ ശ്രമിച്ചേനെ. വർണ്ണയോട് എങ്ങനെ ഇത് പറയുമെന്നുള്ളത് അവനിൽ വല്ലാത്ത പരവേശം നിറച്ചു. ശിവ വന്ന് നോക്കുമ്പോൾ വർണ്ണ അടുക്കളയിൽ കാര്യമായ പണിയിലാണ്. വർണ്ണ, അടുക്കളയിൽ വന്ന് അവൻ അവളെ വിളിച്ചു. അവൻ്റെ വിളി കേട്ടതും പുഞ്ചിരിയോടെ അവൾ അവനെ തിരിഞ്ഞു നോക്കി. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയൊക്കെ നിൽക്കുകയാണവൾ, വല്ലാത്തൊരു ഐശ്വര്യം പോലെ. എന്താ? തന്നെ വിളിച്ചിട്ടും ഒന്നും സംസാരിക്കാതെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനോട് അവൾ ചോദിച്ചു. അത് പിന്നെ താനൊന്ന് വേഗം റെഡിയായി വരുമോ? നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. പതർച്ചയോടെ അവൻ അവളുടെ മുഖത്ത് നോക്കാതെ അങ്ങനെ പറഞ്ഞൊപ്പിച്ചു. അവൾ അവനെ സംശയത്തോടെ നോക്കുന്നത് അവൻ കണ്ടുവെങ്കിലും അവളിൽ നിന്നും മുഖം തിരിച്ച് അവൻ വേഗം തന്നെ തിരിഞ്ഞു നടന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗമായിട്ട് നാളെ വരാം. ബൈ.